Welcome back to yet another video of A to Z Digital Academy. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചാർട്ട്സ് എങ്ങനെയാണ് ഡാറ്റ ചാർട്ട്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഇതിനെ പറ്റിയെല്ലാം പഠിച്ചു. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ എലമെൻസും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു ഡാഷ്ബോർഡ് നമ്മുടെ യൂസ് കേസിന് അനുസരിച്ചുള്ള ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ GA4-ൻ്റെ ഒരു സാമ്പിൾ ഡാഷ്ബോർഡാണ്. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഈ ഒരു ട്രാഫിക് അക്വിസിഷൻ റിപ്പോർട്ട്, അതായത് നിങ്ങൾ ഡെയിലി SNSA പ്രൊഫഷണൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് ഡെയിലി അനലറ്റിക്സിൽ നോക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇൻ കേസ് നിങ്ങൾ അത് വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മസ്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അനലറ്റിക്സും സെർച്ച് കൺസോളും മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു ട്രാഫിക് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാർട്ട്, ഇതിലിപ്പോൾ നമുക്ക് ഏത് ചാനലിൽ നിന്നാണ് ട്രാഫിക് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെഷൻസ്, എൻഗേജ് സെഷൻസ്, എൻഗേജ്മെന്റ് റേറ്റ്, ഇവന്റ് കൗണ്ട്. സോ ഈ ഒരു റിപ്പോർട്ടാണ് നമ്മൾ നമ്മുടെ ലുക്കർ സ്റ്റുഡിയോയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ലുക്കർ സ്റ്റുഡിയോ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ലുക്കർ സ്റ്റുഡിയോയുടെ ഇന്റർഫേസിന്റെ ഫസ്റ്റ്. ഞാനിപ്പോൾ എക്സ്പ്ലോറർ ടാബിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്ലെയിൻ ബ്ലാങ്ക് ഡാഷ്ബോർഡിൽ നിന്ന് തുടങ്ങാം. സോ ഞാനിവിടെ ക്രിയേറ്റ് റിപ്പോർട്ട് കൊടുത്തു. സോ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ഏത് കണക്ടറാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അനലറ്റിക്സിന്റെ റിപ്പോർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോ ഞാൻ ഗൂഗിൾ അനലറ്റിക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി എനിക്ക് അതിൽ ഏതിൻ്റെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സോ അത് കണക്ട് ആവാൻ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്, അത് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ വൺസ് ഇറ്റ്സ് കണക്റ്റഡ് നമ്മൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് അത് പോകുന്നതായിരിക്കും. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട് ആക്ച്വലി. സോ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് ഇവൻ്റെയും വ്യൂസിൻ്റെയും ഒരു ടേബിൾ ഫോർമാറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്കിത് ആവശ്യമില്ല, ബട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ടേബിളാണ്. സോ നമ്മൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ട ഒരു പൊസിഷനിലേക്ക് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വലുതാക്കുക. അതിൽ കുറച്ചധികം മെട്രിക്സ് അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ നമ്മൾ അത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമുക്ക് ഏത് മെട്രിക്സ് ആണ്, ഏത് ഡയമെൻഷൻസ് ആണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ്. സോ മെട്രിക്സ് ഡയമെൻഷൻസ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് മെട്രിക്സ്, എന്താണ് ഡയമെൻഷൻസ് എന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞാനത് ഇപ്പോൾ സജഷൻസ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്കത് ടോപ്പ് ബാറിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡയമെൻഷൻസ് ആയിട്ട് ഇവിടെ ചാനൽ ഗ്രൂപ്പ്, ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ചാനൽ ഗ്രൂപ്പാണ് നമ്മുടെ ഡയമെൻഷൻസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ടേബിൾ സെലക്ട് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് GA4-ൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അതിലിപ്പോൾ കറൻറ്റ്ലി ഡയമെൻഷൻ ചൂസ് ചെയ്ത് ഇൻബിൽഡ് ആയിട്ട് വന്നേക്കുന്നത് ഇവൻ്റെയും ആണ്. നമുക്കത് മാറ്റണം. സോ അതിനായിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ചാനൽ ഗ്രൂപ്പിംഗിൽ വന്നിട്ടുണ്ട്. അതിൽ സെഷൻ ഡിഫോൾട്ട് ആണോ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് ആണോ, അത് നിങ്ങൾക്ക് ജസ്റ്റ് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. കണ്ടോ, സെഷൻ പ്രൈമറി ചാനൽ ഗ്രൂപ്പിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഞാൻ ഇതിലും സെഷൻ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ സെഷൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ചാനൽ ഗ്രൂപ്പിംഗ് വന്നിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഡയറക്റ്റ് ഓർഗാനിക് സെർച്ച്, ഇങ്ങനെ റെഫറൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇനി എനിക്ക് വേണ്ടത് ഇവിടെ സെഷൻസ് ആണ്. അപ്പം ഞാൻ ഇനി സെഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് ആണ്. അപ്പം ഞാനിവിടെ വ്യൂയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ സെഷൻസ് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഇവിടെ പല ടൈപ്സ് ഓഫ് സെഷൻസിൻ്റെ വന്നിട്ടുണ്ട്. എൻഗേജ്ഡ് സെഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ താഴെ ഇവിടെ വന്നിട്ടുണ്ട് സെഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ഈ 1 2 3 ABC എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇത് നമ്പറിങ് ആയിട്ട് വരുന്നതിനാണ് 1 2 3. അതായത് മെട്രിക്സ് മേജർലി നമ്പേഴ്സ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ മെട്രിക്സ്. സോ അതാണ് ഇവിടെ 1 2 3 അങ്ങനെ നമ്പറിങ് ഇതൊക്കെ കൊടുക്കുന്നത്.
സോ ഞാനിവിടെ സെഷൻസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സെഷൻസ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എൻഗേജ് സെഷൻസ് ആണ്. സോ അതിനായിട്ട് നമ്മൾ ഈ പ്ലസ് നെക്സ്റ്റ് മെട്രിക്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് നിന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൻഗേജ് സെഷൻസ് വന്നു. നമ്മൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എൻഗേജ്മെൻറ്റ് റേറ്റ് ആണ് അടുത്തത് റിപ്പോർട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത മെട്രിക്സ് ക്ലിക്ക് ചെയ്യുന്നു. എൻഗേജ്മെൻറ്റ് തന്നെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷനായിട്ട് എൻഗേജ്മെൻറ്റ് റേറ്റ് വന്നിട്ടുണ്ട്. ഇത് ഇവൻറ്റ്സ് പെർ സെഷൻ ആണ് പിന്നെ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇവൻറ്റ്സ് പെർ സെഷൻ ആഡ് ചെയ്തു. പിന്നെ ഇവിടെ ഇവൻറ്റ് കൗണ്ട് ആണ് കൊടുത്തേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇവൻറ്റ്സ് നമുക്കത് കുറച്ചും കൂടി കീ ഇവൻറ്റ്സ് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. ഓക്കെ, കീ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇവൻറ്റ്സിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൺവേർഷൻ ഇവൻറ്റ്സ് എന്നായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്, അതിപ്പോൾ കീ ഇവൻറ്റ്സ് ആക്കി അവർ മാറ്റി. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബേസിക് നമുക്ക് വേണ്ട എത്ര സെഷൻസ്, പിന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ നമുക്ക്. ആക്ച്വലി ഇപ്പോൾ ഇതിൽ ഇത്രയും സംഭവം കൊടുത്തിട്ട് ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ യൂസേഴ്സിന് ആഡ് ചെയ്യാം ഈ റിപ്പോർട്ടിൽ. ഇപ്പോൾ ആക്റ്റീവ് യൂസർ, ന്യൂ യൂസേഴ്സ്, പിന്നെ ടോട്ടൽ യൂസേഴ്സ്, നമ്മൾ ഈ 3 എണ്ണം കൂടി അഡീഷണലി ഈ റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ഡാഷ്ബോർഡ് മാറ്റിയിട്ടുണ്ട്. ബട്ട് ഇത് കാണാനൊരു രസമില്ല അല്ലേ? സോ നമ്മളിത് പെട്ടെന്ന് ഇതിപ്പോൾ ഓരോന്നോരോന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഇവിടെ ഈ റിപ്പോർട്ടിൻ്റെ ടേബിളിനോടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ റീസൈസ് കോളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫിറ്റ് ഡാറ്റ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്. ഫിറ്റ് ഡാറ്റ കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ടേബിൾ ഡാറ്റയുടെ സൈസിനനുസരിച്ച് ഇവിടെ കറക്റ്റ് ആയിക്കോളും, ഫിറ്റ് ആയിക്കോളും. സോ നമ്മുടെ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വ്യൂ മോഡിൽ എടുത്ത് നോക്കി നോക്കാം. സോ നമ്മുടെ ലൈക്ക് ചാനൽ ഗ്രൂപ്പിങ്ങിൻ്റെ റിപ്പോർട്ട് ഇവിടെ സെറ്റാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ്, ഓർഗാനിക്, സെർച്ച് ഓർഗാനിക്, സോഷ്യൽ, റെഫറൽ, ഈ 4 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അതിൽ എത്ര ടോട്ടൽ യൂസേഴ്സ് ഉണ്ട്, ന്യൂ യൂസേഴ്സ് ഉണ്ട്, എത്ര ആക്റ്റീവ് യൂസേഴ്സ് ആണ് അതിനുള്ളത്, എത്ര സെഷൻസ് ആണ് ഓരോ ചാനലിലും കിട്ടിയേക്കുന്നത്, നമുക്ക് വേണ്ട സൈറ്റ്സും ഇതിലുണ്ട്. ഇതിൽ നമുക്ക് കളയേണ്ടത് കളയട്ടോ, അതാണ് പറഞ്ഞത്. അതാണിപ്പോൾ നമുക്ക് ഒരു ഡാഷ്ബോർഡിൽ എല്ലാ സാധനവും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. നമുക്ക് വേണ്ട എലമെന്റ്സ് റിട്ടേൺ ചെയ്തിട്ട് വേണ്ടാത്ത സംഭവങ്ങൾ നമുക്ക് ഇതിൽ കളയാം. ഓക്കെ, ഇപ്പോൾ ഇത് ഓക്കെ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് ഈ ടേബിള് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാം. അതിന് ഈ സെലക്ട് ചെയ്തേക്കണ ടേബിളിൻ്റെ ഇവിടെ തന്നെ നമുക്ക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, സ്റ്റൈല് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ടേബിളിലാണെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം. ഷോർട്ട് ടൈറ്റിലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓട്ടോ ജനറേറ്റ് ആവുന്നുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് മാറ്റാം. നമുക്ക് ഈ ടേബിളിൽ ഒരു നെയിം കൊടുക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പ് റിപ്പോർട്ട്. ഓക്കെ, നമ്മൾ നെയിം കൊടുത്തു. പിന്നെ ഇതൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. ഫോണ്ട് സ്റ്റൈല്, ഇതൊക്കെ ഈ ഒരു ടേബിളിൻ്റെ ഹെഡറിനെ ഇത് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ സെൻറ്റർ ആക്കണമെങ്കിൽ സെൻറ്റേർഡ് ആവും. ഞാൻ ലെഫ്റ്റാണ് കീപ്പ് ചെയ്യാറ് മേജർലി. പിന്നെ ഇവിടെ ഈ ഹെഡർ, ഈ പറഞ്ഞ രീതിയിൽ ഹെഡർ കാണണ്ടേ? ഇപ്പോൾ കളയാണെങ്കിൽ ഈ മുകളിലത്തെ, അതായത് ഈ ടേബിളിൻ്റെ ഹെഡർ പോവും. ഓക്കെ, സോ അത് നമുക്ക് എന്തായാലും വേണം. പിന്നെ ടെക്സ്റ്റ് റാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റാപ്പ് ചെയ്യാം. പിന്നെ ഇതിലെ ഹെഡറിൻ്റെ ഈ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം.
പിന്നെ ഈ ടേബിളിൻ്റെ ഈ കളേഴ്സ് ഇതിപ്പോൾ ഈ തീമിന് ബേസ് ചെയ്തിട്ടുള്ള കളറാണ്. നിങ്ങൾക്കിപ്പോൾ ഹെഡറിൻ്റെ കളർ വേറെ എന്തെങ്കിലും ആക്കണമെങ്കിൽ ഹെഡറിൻ്റെ കളർ മാറ്റാം. അതുപോലെ അൺഈവൻ റോസിന് കളർ മാറ്റണമെങ്കിൽ മാറ്റാം. സെല്ലിന് ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ അങ്ങനത്തെ സംഭവം കൊടുക്കാം. പിന്നെ ഉള്ളിലത്തെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് മാറ്റി വേറെ വല്ലതും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഈ നമ്പേഴ്സിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇത് അൺടിക്ക് ചെയ്യാം. പിന്നെ ഓട്ടോ ഹൈറ്റ് ഇതിൽ ഈ സെയിം സംഭവം തന്നെയാണ് റാപ്പ് ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഈ ഹെഡിങ്ങും ഈ സംഭവങ്ങളുടെയും ഇതാണ് ഫസ്റ്റ് ഡയമെൻഷൻസിൻ്റെ ഇത്. സോ അത് സെൻറ്റേർഡ് ആക്കണമെങ്കിൽ കണ്ടോ ഇവിടെ സെൻറ്റേർഡ് ആയി. പിന്നെ നമുക്ക് ചൂസ് ചെയ്യേണ്ട മെട്രിക്സുകൾ ഇവിടെ എല്ലാ മെട്രിക്സിൻ്റെയും ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് ചെയ്യണോ സെൻറ്റേർഡ് ചെയ്യണോ ആ ഒരു സംഭവങ്ങളോട് കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങളുടെ വേണ്ട ഇഷ്ടത്തിന് മാറ്റാം. അതുപോലെ തന്നെ ഈ മൊത്തം ഈ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഗ്രേയിഷ് ആവും. അങ്ങനെ ഓരോ ഇഷ്ടമുള്ള രീതിയിൽ ഇത് മാറ്റാം കേട്ടോ. അതിൻ്റെ എല്ലാ കസ്റ്റമൈസേഷൻ ഫീച്ചറും ഈ സ്റ്റൈൽസ് ടാബിലാണ് കിടക്കുന്നത് ടേബിളിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ ചെയ്യാം. പിന്നെ ഒരു അഡീഷണൽ ഈ ടേബിളിൽ തന്നെ റിലേറ്റ് ചെയ്യാവുന്ന വേറെ സംഭവങ്ങളാണ് ഓപ്ഷണൽ മെട്രിക്സും മെട്രിക്സ് സ്ലൈഡേഴ്സും. ഓപ്ഷണൽ മെട്രിക്സ് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്തില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടോട്ടൽ യൂസറിന് വേറെ ആക്റ്റീവ് യൂസേഴ്സ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലി ഈ ടേബിളിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ആക്റ്റീവ് യൂസേഴ്സിനെ ഈ ഓപ്ഷണൽ മെട്രിക്സിലേക്ക് ഡ്രാഗ് ചെയ്തിടുകയാണെങ്കിൽ ഇവിടെ ലൈക്ക് ബൈ ഡിഫോൾട്ട് വ്യൂവിൽ ഈ ആക്റ്റീവ് യൂസേഴ്സ് കാണില്ല. അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഓപ്ഷണൽ മെട്രിക്സ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ പോലെ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എനേബിൾ ചെയ്താലാണ് ഈ മെട്രിക്സ് ഈ ടേബിളിൽ ആഡ് ആവുള്ളൂ. അത് ലൈവായിട്ട് ഇത്തരം ഓക്കെ. ഇപ്പോൾ ഈ ടേബിളിലൂടെ ഹോവർ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷണൽ മെട്രിക്സിൽ ഞാനിപ്പോൾ ആക്റ്റീവ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അറ്റത്ത് കണ്ടോ ആഡായി വന്നിട്ടുണ്ട്. അതുപോലെ ഓരോത്തിനും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡിസേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാം, ഇങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അതാണ് ഓപ്ഷണൽ മെട്രിക്സ് ചൂസ് ചെയ്താലുള്ള ഗുണം. ഇത് ചിലത് പിന്നെ സിംഗിളറായിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ടേബിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഈ ഡ്രിൽ ഡൗൺ എന്നിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. ഡ്രിൽ ഡൗൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് റിലേറ്റബിൾ ആയിട്ടുള്ള അതായത് വേറെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് സെഷൻ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് ആണ്. ചാനൽ ഗ്രൂപ്പിംഗ് പല രീതിയിലുണ്ട്. ഓക്കെ, ഇതിപ്പോൾ സെഷൻ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് ആണ്. ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് ഉണ്ട്. പിന്നെ സെഷൻസിൻ്റെ തന്നെ യൂസർ അക്വസിഷൻ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതാണ് സെഷൻ മീഡിയം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കണ സംഭവം കേട്ടോ. സെഷൻ മീഡിയം, സെഷൻ സോഴ്സ്/മീഡിയം ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതായത് ഇത് ഡയമെൻഷൻസ് നമ്മൾ നേരത്തെ മെട്രിക്സുകൾ ആഡ് ചെയ്തില്ലേ അതുപോലെ തന്നെ ഡയമെൻഷൻസിനെയും നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ ഇവിടെ ഈ ഓപ്ഷൻ വരും. അതുപോലെ ഈ ഡ്രിൽ ഡൗൺ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാൻ കണ്ടോ ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓർഡറിലായിരിക്കും ഇപ്പോൾ കറൻലി അത് വരുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വ്യൂ മോഡിൽ പോയിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്പോൾ ആ കോമ്പിനേഷൻ അതിൽ പോസിബിൾ അല്ല എന്നാണ്. അതാണ് പറഞ്ഞത്. എല്ലാ ഇപ്പോൾ ഈ ഒരു എറർ മെസ്സേജ് വന്നില്ലേ, എറർ മെസ്സേജ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള മെട്രിക്സും ഡയമെൻഷൻസിൻ്റെയും കോമ്പിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിപ്പോർട്ടിങ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതെല്ലാതും എല്ലാത്തിനും ലൈക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കോൺഫിഗറേഷൻ വൈസ് അത് കറക്റ്റ് ആവണമെന്നില്ല. പിന്നെ നിങ്ങൾ കോൺഫിഗർ ചെയ്ത റിപ്പോർട്ട് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ അനലറ്റിക്സിൻ്റെ ആയാലും സെർച്ച് കൺസോളിൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും റിപ്പോർട്ട് ക്രോസ് ചെക്ക് ചെയ്യുക എപ്പോഴും. ആ വാല്യൂസും ആ സംഭവങ്ങളെല്ലാം ആക്യുറേറ്റ് ആണോ, അതായത് നമുക്ക് അനലറ്റിക്സിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്ന പോലെ തന്നെയാണോ ലുക്കറിൻ്റെ ഡാഷ്ബോർഡിലും വരുന്നതെന്ന്
എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഞാൻ നെക്സ്റ്റ് ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സെഷൻ മീഡിയം. അപ്പോൾ അത് ഇതിൽ ഈ ഒരു കോമ്പിനേഷനിൽ വർക്കൗട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ മീഡിയം വൈസ്, അതായത് നണ്ണുണ്ട്, ഓർഗാനിക് ഉണ്ട്, റെഫറൽ ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെഷൻ സോഴ്സ്/മീഡിയം. അപ്പോൾ ഇതിൽ സോഴ്സും കാണും മീഡിയം കാണും. സോഴ്സ് ഡയറക്റ്റ് ആണോ ഗൂഗിൾ ആണോ ഏത് സോഴ്സിൽ നിന്നാണോ വന്നേക്കുന്നത്, പിന്നെ അത് ഏത് മീഡിയം ആണ്, അതായത് ഓർഗാനിക് ആണോ റെഫറലാണോ പെയ്ഡ് ആണോ എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു സംഭവം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ സോഴ്സ്/മീഡിയം ആണ് നിങ്ങൾക്ക് ഡ്രിൽ ഡൗണിൽ അല്ലെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ വരണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ ഡ്രിൽ ഡൗണിൻ്റെ ഇവിടെ ഇപ്പോൾ കറൻലി സെഷൻ ഡിഫോൾട്ട് ചാനൽ ഗ്രൂപ്പിംഗ് വന്നേക്കുന്നത്. ഇത് ഞാൻ മാറ്റി സെഷൻ സോഴ്സ്/മീഡിയം ആക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ എപ്പോൾ എടുത്താലും ഈ സംഭവം ഈ സെഷൻ സോഴ്സ്/മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻറ്റിറ്റിയിലായിരിക്കും കിടക്കേണ്ടവ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഏത് റിപ്പോർട്ടിംഗ് ആണ് ഫസ്റ്റ് നിങ്ങളുടെ ലുക്കർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വരണമെന്ന് വെച്ചാൽ അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഒരു സമ്മറി, അതായത് ഇതിലിപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ മീഡിയം അല്ലെങ്കിൽ ഏത് ചാനലിൽ നിന്ന് വന്നേക്കണേ എന്നുള്ളതിൻ്റെ ഇതുണ്ട്. ഇതിൻ്റെ ഒരു സമ്മറി റോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സമ്മറി റോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ, ഒരു ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോയും കൂടി ഇവിടെ ആഡ് ആവും. ഇതിൽ ടോട്ടൽ ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഇവിടെ താഴെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് സംഭവങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പർട്ടിക്കുലർ ടേബിളിൽ അത് ഫോളോ ചെയ്യണോ വേണ്ടേ എന്നുള്ള കണ്ടീഷനാണ്. അത് നമുക്ക് പിന്നീട് വരുന്ന ഒരു സെഷനിൽ കാട്ടിത്തരാം. പിന്നെ ഈ സോർട്ടിങ്, അതായത് ഈ ടേബിൾ എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ സെഷൻ വൈസ് ആയിട്ടാണ് ഇത് സോർട്ട് ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ടോട്ടൽ യൂസർ വൈസ് അല്ലെങ്കിൽ ആക്റ്റീവ് യൂസർ വൈസ് എങ്ങനെ വേണമെങ്കിലും ഈ സംഭവം മാറ്റാം. ഓക്കെ, ഞാനിവിടെ ടോട്ടൽ യൂസർ വൈസ് മാറ്റുവാണെങ്കിൽ ഈ ടേബിളിലെ ഈ സോർട്ടിങ് മാറും. അത്രേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നും ഇതിൽ വരില്ല. പിന്നെ ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് 28 ഡേയ്സിൻ്റെ ഡാറ്റയാണ് ഇവിടെ കാട്ടുന്നത്. അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അത് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ വന്നോളും. കസ്റ്റം ഡേറ്റ് റേഞ്ച് എന്ത് വേണമെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് അതിനനുസരിച്ച് വന്നോളും. ഞാനിപ്പോൾ അതവിടെ ഒന്നും ചേഞ്ച് ചെയ്യണില്ല. പിന്നെ കമ്പാരിസൺ ഡേറ്റ് റേഞ്ച്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പയറിങ് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം കൊടുത്തിട്ട് ഏത് ഇതിന് അഗെയിൻസ്റ്റ് ആണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. പ്രീവിയസ് പീരീഡ് കൊടുത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു കോളം കൂടി എല്ലാത്തിൻ്റെയും എല്ലാ മെട്രിക്സിൻ്റെ അഗെയിൻസ്റ്റ് ഒരു കോളം കൂടി ക്രിയേറ്റ് ആയി. ആ കോളം ആണ് ആക്ച്വലി ഇത് കമ്പയർ ചെയ്യുന്നത്. അത് കമ്പയർ ടു പ്രീവിയസ് തിങ് അത് കുറവാണോ കൂടുതലാണോ എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. മൈനസ് കുറവ്, പിന്നെ പോസിറ്റീവിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോൾ കുറേ ഇത് വന്ന കാരണമാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റൈലിൽ പോയിട്ട് നമ്മളിവിടെ ഒരു സംഭവം കണ്ടില്ല, റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എനേബിൾ ചെയ്യുക. പിന്നെ അതുപോലെ റീസൈസ് കോളം കൂടി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഇവിടെ കിട്ടും. ഇതിപ്പോൾ കുറേ സംഭവമായിട്ടുണ്ട് കേട്ടല്ല, ഭയങ്കര കോമ്പാക്റ്റ് പോലെ തോന്നുന്നത്. നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി, മനസ്സിലായല്ലോ. അപ്പം ഞാനിത് സെലക്ട് ചെയ്തു, ഇത് ഞാൻ ഡിസേബിൾ ചെയ്തു. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ ഒരു സ്പെസിഫിക് ഫിൽറ്ററിങ് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഓർഗാനിക് മാത്രമാണ് ഈ ചാർട്ടിൽ വരുന്നതെങ്കിൽ ഇവിടെ ആഡ് ഫിൽറ്റർ കൊടുത്തിട്ട് അതിൻ്റെ മെട്രിക്സ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെഷൻ EDM ഞാൻ എടുത്തു, ഈക്വൽസ് ടു കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെഷൻ മീഡിയത്തിലുള്ള വാല്യൂസ് ഒക്കെ ഇവിടെ ലോഡാവും. ഓർഗാനിക്കിൻ്റെ ആണെങ്കിൽ ഓർഗാനിക് സെലക്ട് ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ മതിയെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർഗാനിക് കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ
ഓർഗാനിക് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെക്കഗ്നൈസബിൾ ഫിൽറ്റർ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓർഗാനിക്കലി ഈ മീഡിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫിൽറ്റർ വെച്ചിട്ടുള്ള ലൈക്ക് വാല്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ കറന്റ് ബിങ്ങിൽ നിന്നും കിട്ടുന്നുണ്ട്, ഗൂഗിളിൽ നിന്നും ഓർഗാനിക് ട്രാഫിക് കിട്ടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിങ് ഈസ് ക്രോസ് ഫിൽറ്ററിങ്. ക്രോസ് ഫിൽറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇത് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ടേബിൾ വാല്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ സംഭവങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മൾ സെലക്ട് ചെയ്യണതിനനുസരിച്ച് മുകളിൽ മാറിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഞാൻ കാട്ടിത്തരാം. അതിപ്പോൾ ഞാൻ ക്രോസ് ഫിൽറ്ററിങ് ഇവിടെ എനേബിൾ ചെയ്തു. ഇനി നമുക്കിവിടെ ജസ്റ്റ് എല്ലാ റിപ്പോർട്ടിങ്ങിലും ഒരു സ്റ്റാൻഡേർഡ് സംഭവങ്ങളായിട്ടുള്ള ആഡ് ചാർട്ടിൽ പോവുക. സ്കോർ കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ബൈ ഡിഫോൾട്ട് സെഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെലക്ട് ചെയ്തേക്കുന്ന ചാർട്ടിൻ്റെ ഇതോടെ ലൈക്ക് ഈ ചാർട്ടിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചാർട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നുള്ള ഒരു സംഭവം ഇവിടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അവിടെ സ്പാർക്ക് ലൈൻ നമുക്കൊന്ന് കൊടുക്കാം. ഡേറ്റ് റേഞ്ച് കൊടുത്തിട്ടുള്ള സ്പാർക്ക് ലൈൻ ചാർട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇത് കമ്പയർ ചെയ്യാം, ലൈക്ക് പ്രീവിയസ് പീരീഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സംഭവം കൊടുത്തു. ഞാനിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അതിന് സ്റ്റൈൽ സെക്ഷനിൽ പോവുക. സ്റ്റൈൽ സെക്ഷനിൽ പോയിട്ട് ഞാനിവിടെ ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് സെല്ലൊന്ന് ഞാനൊന്ന് ഓവൽ ഷേപ്പ് ഒന്ന് റേഡിയസ് കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടേ കൊടുക്കണ്ട. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കൊടുക്കാം. പിന്നെ ഫീൽഡിൻ്റെ വാല്യൂ ഇതൊക്കെ ഒന്ന് സെൻറ്റേർഡ് ചെയ്യാം. ഒന്ന് സൈസ് ജസ്റ്റ് ഒന്ന് വലുതാക്കാം. ഫില്ല് ചെയ്യാം. പക്ഷെ നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്കോർ കാർഡ് ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് പോയാൽ മതി. അവിടെ Ctrl+C Ctrl+V അടിച്ചു. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട്. വേണ്ട പൊസിഷനിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് മാറ്റി. ഇനി എനിക്ക് വേണ്ട മെട്രിക്സ് വാല്യൂയിലേക്ക് ഞാൻ മാറ്റുന്നു. യൂസേഴ്സ്, ആക്റ്റീവ് യൂസേഴ്സിൻ്റെ ആഡ് ചെയ്തു. ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരുമിച്ച് ഞാൻ രണ്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ സെയിം സാധനം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ടോട്ടൽ യൂസേഴ്സ് ആഡ് ചെയ്തു. ന്യൂ യൂസേഴ്സ് ആഡ് ചെയ്തു. ഇത്രയും എലമെന്റ്സ് ആണ് ഞാൻ നോക്കുന്നത്. എത്ര സെഷൻ, എത്ര ആക്റ്റീവ് യൂസേഴ്സ്, ടോട്ടൽ യൂസേഴ്സ്, ന്യൂ യൂസേഴ്സ്. ഈ 4 ഇതും സ്കോർ കാർഡിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടതൊരു ഡേറ്റ് റേഞ്ച് കൺട്രോളർ ആണ്. അതിനിവിടെ ആഡ് എ കൺട്രോൾ എന്ന് പറഞ്ഞുള്ള സെക്ഷനിൽ പോയിട്ട് ഞാനൊരു ഡേറ്റ് റേഞ്ച് കൺട്രോളർ സെലക്ട് ചെയ്യുന്നു. ഇത് മാറിപ്പോയി, ജസ്റ്റ് സോറി. ഞാൻ ആഡ് എ കൺട്രോളർ, ഡേറ്റ് റേഞ്ച് കൺട്രോളർ എടുത്തു, ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഡേറ്റ് റേഞ്ച് കൺട്രോളർ ആഡ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടിന് ഒരു കോമൺ ആയിട്ടുള്ള നെയിം കൊടുക്കാം. അതിനിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് അവിടെ ടെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. റിപ്പോർട്ടിന് ഒരു പേര് കൊടുക്കാം, GA ഫോർ ട്രാഫിക് റിപ്പോർട്ട്. ഞാനിവിടെ പേര് കൊടുത്തു, സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വലുതാക്കി, ബോൾഡ് ചെയ്തു. അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. GA4 ട്രാഫിക് റിപ്പോർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. ഓക്കെ,
നൈസ് അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് റേഞ്ച് ഒക്കെ ഒന്ന് മാറ്റി നോക്കാം. 1 to 10 കൊടുത്തു. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ടോട്ടൽ യൂസേഴ്സ് ഇതൊന്നും ഇല്ല. നമ്മളിവിടെ സെയിം കൊടുത്ത പോലെ ഫെബ്രുവരി 1 to ഫെബ്രുവരി 10 അപ്ലൈ ചെയ്തു. ഇവിടെ സെഷൻസ് 35 ആണ് ടോട്ടൽ വന്നേക്കുന്നത്. 35 സെഷൻസ് തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. പിന്നെ ഡയറക്റ്റിൽ 21 ഇതിപ്പോൾ സോഴ്സ് മീഡിയം ആക്കി മാറ്റുന്നു. ഡയറക്റ്റ് നൺ 21 ഓക്കെ സെഷൻസ് ആയിരുന്നു. ഡയറക്റ്റ് നൺ 21 12 11 21 12 11 ഓക്കെ. സോ നമ്മുടെ റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ അഡീഷണൽ ടോട്ടൽ യൂസേഴ്സും ന്യൂ യൂസേഴ്സും ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. സോ അത് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഡിറ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ടിന് ഒരു പേരും കൂടി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ സെയിം തന്നെ കൊടുക്കാം, ട്രാഫിക് റിപ്പോർട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് GA4 റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ നിങ്ങൾ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡ് കിട്ടിയിട്ടുണ്ടാവും. ഡാറ്റാസ് വ്യത്യാസം ഉണ്ടാവും. സോ കൺഗ്രാറ്റ്സ് ഓൺ യുവർ ഫസ്റ്റ് ലുക്ക സ്റ്റുഡിയോ ഡാഷ്ബോർഡ്സ്. ഓക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കൊളീഗ്സിന് ഇത് ഷെയർ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് വീഡിയോ.